രേണു സുധിയാണ് ബിഗ് ബോസ് വീട്ടിലെ ഏറ്റവും ശുചിത്വമില്ലാത്ത ആൾ എന്ന് അനുമോൾ പറഞ്ഞതിനോട് എന്താണ് നിങ്ങളുടെ അഭിപ്രായം? ബിഗ് ബോസ് കൊടുത്ത മോർണിംഗ് ടാസ്കിലൂടെയാണ് രേണു സുധിയെ അനുമോൾ ഇങ്ങനെ പറയുന്നത്. അതിനുള്ള കാരണം കൂടി ഇവിടെ അനുമോൾ പറയുന്നുണ്ട് കേട്ടോ. രേണു ചേച്ചിയുടെ തലയിൽ നിറയെ പേനാണ്. ഏത് നേരം തല ചൊറിഞ്ഞുകൊണ്ട് നടക്കുകയാണ്. മുഖത്ത് നിന്നും നെറ്റിയിൽ നിന്നൊക്കെ പേനൊക്കെ ധാരാളം ഞാൻ കണ്ടിട്ടുണ്ട്, എടുത്തു കൊടുത്തിട്ടുണ്ട് എന്നാണ് പറയുന്നത്. പക്ഷേ രേണു സുധിക്ക് ഇത് വല്ലാതെ വിഷമായിട്ടുണ്ട് കേട്ടോ. ഇത്രയും പബ്ലിക്കായിട്ട് എന്തിനാണ് അനുമോൾ ഇങ്ങനെ പറഞ്ഞത്? എന്റെ അടുത്ത് വന്ന് പേഴ്സണലി പറയാറുന്നില്ലേ എന്ന് പറഞ്ഞിട്ടാണ് രേണു കരയുന്നത് കേട്ടോ. രേണു ഇവിടെ പറഞ്ഞു വെക്കുന്നുണ്ട്, എനിക്ക് തലയിലെ ഹെയർ എക്സ്റ്റൻഷൻ ചെയ്ത കാരണമുണ്ട്. ശരിക്കും ഞാൻ ട്രീറ്റ്മെന്റ് എടുത്തിട്ടില്ല, എനിക്ക് അതിന്റെ ബുദ്ധിമുട്ടുണ്ട്, തല വാഷ് ചെയ്യാനായിട്ട് പറ്റത്തില്ല. സത്യം പറഞ്ഞാൽ ബിഗ് ബോസ് ഇവരുടെ ആക്സസറീസ് ഒന്നും കൊടുത്തിട്ടില്ല, എല്ലാം പിടിച്ചു വെച്ചിരിക്കുകയാണ്. പണിപ്പുര ടാസ്കിലൂടെ മാത്രമേ അവർക്ക് അത് സ്വന്തക്കാനായിട്ട് സാധിക്കുള്ളൂ. അറ്റ്ലീസ്റ്റ് പേഴ്സണൽ ഹൈജീന്റെ ഭാഗമായിട്ടുള്ള ആക്സസറീസ് എങ്കിലും കൊടുക്കണം എന്നാണ് ഒരു റിക്വസ്റ്റ്. നെയിൽ കട്ടർ, ഇപ്പോൾ പേൻ ഉണ്ടെങ്കിൽ പേൻ കളയാനുള്ള പേൻ ചീർപ്പ്, ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇല്ലേ, അതൊക്കെ അവർക്ക് അറ്റ്ലീസ്റ്റ് കൊടുക്കണം. അനുമോൾ പറയുന്നുണ്ട്, കിച്ചന്റെ അവിടെ വന്ന് നിന്ന് രേണു ചേച്ചി തല മാന്തിക്കൊണ്ട് നിൽക്കുകയാണ്. ഇത്രയും ആളുകൾ ഒരുമിച്ച് താമസിക്കുമ്പോൾ അതൊരു ഹൈജീന്റെ ഭാഗമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം തന്നെയാണ്. രേണുവിന് ഇവിടെ ഹെയർ എക്സ്റ്റൻഷൻ വെച്ചതിന്റെ ബുദ്ധിമുട്ടോ പേൻ വന്ന് നിറഞ്ഞതിന്റെ ബുദ്ധിമുട്ടോ ഒക്കെ ആയിരിക്കും. എന്ത് തന്നെ ആയാലും സെപ്റ്റിക് ടാങ്ക് വിഷയത്തിന് ശേഷം അടുത്തൊരു വിഷയം വന്നിരിക്കുകയാണ്, രേണു ചേച്ചിയുടെ തലയിലെ പേൻ.